എല്ലാ മാസവും മെൻസ്ട്രുവേഷൻ വരുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു എക്സ്ട്രാ കെയർ നമ്മുടെ ബോഡിക്ക് കൊടുക്കണം ഓൺ ദ പേഴ്സണൽ ഹൈജീൻ ആസ്പെക്റ്റിൽ. അപ്പോൾ അതിനെയാണ് ഈ മെൻസ്ട്രൽ ഹൈജീൻ അല്ലെങ്കിൽ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചും എൽഡേഴ്സിനേക്കാൾ കൂടുതൽ മെനാർക്കി അറ്റൈൻ ചെയ്യുന്ന യങ് ഗേൾസ്, അവർക്കാണ് നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ശരിയായ രീതിയിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അത് നമ്മളെയും ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മെൻസ്ട്രുവേഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്തില്ലെങ്കിൽ അത് ഈവൻ എൻവയൺമെൻറ്റിനും കേടാണ്. സോ ബേസിക്കലി ആ സമയത്ത് എല്ലാ ദിവസവും കുളിക്കണം. ആ കുളിക്കുന്ന സമയത്ത് നമ്മൾ സോപ്പ് ഒരിക്കലും വജൈനയ്ക്കുള്ളിൽ ഉപയോഗിക്കരുത്. അപ്പോൾ പലപ്പോഴും ചില സ്ത്രീകൾക്കുള്ള സംശയമാണ് വജൈന ക്ലീൻ ചെയ്യാനായിട്ട് സോപ്പ് ഉപയോഗിക്കുക. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം വജൈനയ്ക്ക് ഒരു pH ഉണ്ട്, അതിൻ്റെ ബയോ എൻവയോൺമെൻറ്റ് അങ്ങനെയാണ് അത് കീപ്പ് ചെയ്യുന്നത്. സോ നാച്ചുറലി ആ pH ഉള്ളത് കൊണ്ടാണ് അവിടെ ഇൻഫെക്ഷൻസ് വരാത്തത്. അപ്പോൾ നമ്മൾ സോപ്പ് ഉള്ളിലോട്ടിട്ട് കഴിയുമ്പം ഈ pH ഡിസ്റപ്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനിലോട്ട് അതിനെ കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പെർഫ്യൂംസ്, സോപ്സ് ഒന്നും വജൈനയ്ക്കുള്ളിൽ യൂസ് ചെയ്യരുത്. പിന്നെ ഈ സമയത്ത് വളരെ ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ലൂസ് ഫിറ്റിംഗ് കോട്ടൺ ഇന്നർവെയറും ക്ലോത്ത്സും യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ആ ഫുഡും വാട്ടറും എന്ന് പറഞ്ഞാൽ നല്ല ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഫുഡും കഴിക്കണം. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അതായത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും സാനിറ്ററി പാഡ്സ് ആവാം, നാപ്കിൻസ് ആവാം, റീയൂസബിൾ നാപ്കിൻസ് ആവാം, അതുപോലെ തന്നെ മെൻസ്ട്രുവൽ കപ്സ്, ടാംപോൺസ്, എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ വേണം ഉപയോഗിക്കാൻ.